ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വന്ദന പറഞ്ഞത് പ്രകാരം മനോഹർ വന്ദനയുടെ വീട്ടിലേക്ക് അതിരാവിലെ തന്നെ വന്നിരിക്കുകയാണ്. അങ്ങനെ മനോഹറിനെ കാണുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്, ആ മോനായിരുന്നു, വായു വന്നിരിക്കുക എന്ന് പറയാണ്. എന്താ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് മനോഹർ ചോദിക്കുമ്പോൾ, അതൊക്കെ പറയാം മോനെ, മോൻ ഇരിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ഇരുത്തുകയാണ്. അതേ സമയത്ത് മോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. മോൻ വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ അത് പറയുമ്പോൾ, അതിനിപ്പോൾ എന്താ പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞതല്ലേ, പിന്നെന്തിനാ ഇപ്പോൾ ഒരു ഒരുക്കം എന്ന് ചോദിക്കുമ്പോൾ, മോന് അന്ന് മോൾക്ക് സാരിയൊക്കെ എടുത്ത് കൊടുത്തില്ലേ, ആ സാരിയൊക്കെ എടുത്ത് നോക്കി, അതൊക്കെ എടുത്തിട്ടാണ് വരുന്നത്, അതുകൊണ്ടാണ് ഒരുങ്ങുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അല്ല, എന്നെ എന്തിനാ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അത് പറയാം മോനെ, പിന്നെ കല്യാണമൊക്കെ എന്നൊക്കെ ആക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആക്കാം, അല്ലാതെ പിന്നെ നീട്ടിക്കൊണ്ട് പോകുന്നും വേണ്ട. അങ്ങനെ നീട്ടാൻ വല്ലതിനും വേണ്ടിയിട്ടാണോ വിളിച്ചതെന്ന് മനോഹർ ചോദിക്കുന്നുണ്ട്. അതിനൊന്നല്ല, കല്യാണമൊക്കെ എന്തിനാ നീട്ടേണ്ട ആവശ്യം, ഇത്രയും നല്ലൊരു ബന്ധം കിട്ടുമ്പോൾ പിന്നെ കല്യാണമൊക്കെ നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ എന്നാൽ പെട്ടെന്ന് തന്നെ ആക്കിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ പെട്ടെന്നെന്ന് അറിഞ്ഞാൽ ഇപ്പോൾ ഏപ്രിലിൻ്റെ ഉള്ളിലൊക്കെ ആക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് കല്യാണ ക്ഷണം പോലും കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മനോഹറിനൊരു പേടി. മനോഹർ പറയുന്നുണ്ട്, അതെല്ലാം ഞാനിപ്പോൾ അധികം ആൾക്കാരൊന്നും ക്ഷണിക്കുന്നില്ല, അപ്പോൾ എന്തായാലും അതുപോലെയൊക്കെ തന്നെ ഒരു ചുരുക്കിയൊരു കല്യാണം മതിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അയ്യോ ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് കല്യാണമൊക്കെ നല്ല ഇതിൽ തന്നെ നടത്തണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് നമ്മുടെ വന്ദന വരികയാണ്. അപ്പോൾ നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ടാണ് വരുന്നത്. അപ്പോൾ വന്ദനയെ കാണുമ്പോൾ തന്നെ മനോഹരനെ ഇഷ്ടപ്പെടുന്നുണ്ട്. വേഗം ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ ആയിട്ടാണ് വരുന്നത്. ആ ജ്യൂസ് വാങ്ങി കുടിക്കുന്നുണ്ട് മനോഹർ. അതിനുശേഷം ഇനി ഇതിങ്ങോട്ട് എടുത്തോ എന്ന് പറയുന്നുണ്ട് ഭാര്യയോടായിട്ട്. അപ്പോൾ അത് കൊണ്ടുവരികയാണ്, മറ്റൊന്നുമല്ല ഒരു കവർ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അത് എന്നിട്ട് ഇതൊന്ന് എഴുന്നേറ്റ് നിന്നേ മോനെന്ന് പറഞ്ഞിട്ട് മനോഹറിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് കയ്യിൽ അങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ മനോഹറാണെങ്കിൽ അത് വാങ്ങിയിട്ട് വേഗം തന്നെ അച്ഛൻ്റെ കാലിൽ തൊട്ട് വന്നിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പരസ്പരം അവർ ചിരിക്കുകയാണ് കേട്ടോ, നമ്മുടെ വന്ദനയുടെ അമ്മയും. അങ്ങനെ അത് വാങ്ങിയിട്ട് മോനത് തുറന്നു നോക്ക് എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ, തുറന്നു നോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് തുറന്നു നോക്കണ സമയത്ത് ചെക്കാണ് മോനെ, 1 കോടിയുടെ ചെക്കാണ് എന്ന് പറയുന്നുണ്ട് അച്ഛൻ, വന്ദനയുടെ അച്ഛൻ. അത് കണ്ടിട്ട് 1 കോടിയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശബ്ദക്കിടറിയ രീതിയിലാണ് ആ ഒരു കാര്യം കേട്ടിട്ട് മനോഹർ ഞെട്ടി നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട്. മോൻ എന്തായാലും കല്യാണത്തിനൊക്കെ, ഇതിപ്പോൾ എന്നുള്ള ഡേറ്റ് അല്ല, കല്യാണം കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ഡേറ്റാണ്. അപ്പോൾ ഒരുപാട് പൈസ ചിലവൊക്കെ മോനുണ്ടാകില്ലേ, അപ്പോൾ ആ പൈസ ഒക്കെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ആചാരപ്രകാരം ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ഞങ്ങൾ കൊടുക്കും കല്യാണത്തിന് മുൻപ് സമ്മാനങ്ങളൊക്കെ എന്നിങ്ങനെ വന്ദനയുടെ അച്ഛൻ പറയുന്നുണ്ട്. ഇതിപ്പോൾ എന്നെ വിലയ്ക്ക് വാങ്ങുന്നത് പോലെ ആയല്ലോ എന്ന് മനോഹർ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മോൻ, എന്തായാലും കല്യാണം കഴിഞ്ഞത് ഉടനെ തന്നെ മറ്റൊരു സമ്മാനം കൂടി ഞങ്ങൾ തരും, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ അന്നായിരിക്കും ചിലപ്പോൾ തരാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, മോളുടെ പേരിൽ ഒരു 150 കോടി തന്നെ മോളുടെ പേരിലുണ്ട്, പിന്നെ ഇഷ്ടംപോലെ ബിസിനസ്സും കാര്യങ്ങളും. അതുകൊണ്ടാണ് മോന് കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ ബിസിനസ്സൊക്കെ നോക്കി നടത്തുമോ എന്ന് ചോദിക്കാൻ കാരണം. അപ്പോൾ മനോഹർ മനസ്സിൽ കരുതുകയാണ്, പൊന്നെ ഇത് ലോട്ടറി അല്ല, ഇത് ബമ്പൻ ലോട്ടറി തന്നെയാണല്ലോ എന്നിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പറയാണ്, എനിക്കുമുണ്ട് ഒരുപാട് സ്വത്തുകൾ, എനിക്കും ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ, അതൊക്കെ അറിയാം മോനെ, അതൊക്കെ നല്ല രീതിയിൽ നോക്കി നടത്തിക്കൊള്ളാം, പിന്നെ നടത്തിയില്ലേലും കുഴപ്പമൊന്നുമില്ല, ഇവിടുത്തെ എല്ലാ ബിസിനസ്സും ഇവിടുത്തെ എല്ലാ സ്വത്തുക്കളും ഇനി മോനും കൂടി ഉള്ളതല്ലേ, മോൻ്റെ പേരിലേക്ക് അത് അങ്ങ് എഴുതി തരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങ് സുഖിപ്പിക്കുകയാണ്. അപ്പോൾ മനോഹർ വലിയ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അച്ഛനും അമ്മയും പറയുന്നുണ്ട്, ഞങ്ങളൊന്ന് അങ്ങോട്ട് മാറി നിൽക്കാം, വായോ ഇവർ സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞങ്ങനെ നിന്നിട്ട്, അപ്പോൾ മനോഹർ പറയുന്നുണ്ട്, ഈ സാരിയിൽ മോൾ അതിസുന്ദരിയായിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെ തലങ്ങനാട്ടി നിന്നിട്ട് നേരെ അവരിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ വന്ദനയുടെ അച്ഛനും അമ്മയും മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ്. സരയു ആണെങ്കിൽ ഇതിപ്പോൾ കേട്ട വാർത്ത ശരിയാണോ എന്ന് അറിയില്ലല്ലോ, ആരെയും ഒന്ന് വിളിച്ചാലാ കേട്ട വാർത്ത ശരിയാണോ എന്നൊന്ന് അറിയാം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ രാഹുൽ ഫോൺ ചെയ്യുന്നുണ്ട്. അതെ അച്ഛൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എടുക്കുമെന്ന് ശാരി പറയുന്നുണ്ട്. അങ്ങനെ ഹലോ എന്ന് പറയുമ്പോൾ, മോളെ എന്തായി അവിടെ, അറിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ, ഞാൻ തന്നെയാണ് ആ കിരണിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്, പക്ഷേ കൊന്നില്ല, പകരം ഓർമ്മശക്തി നഷ്ടപ്പെട്ടു, അവൻ്റെ മുഖം പോലും അവന് തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് അവൻ കിടക്കുന്നത്, അതിൻ്റെ പുറകിൽ ഞാൻ തന്നെയാണ്, അതുകൊണ്ട് അച്ഛനങ്ങനെ നിസ്സാരണക്കാരനാക്കിയിട്ട് മോള് തള്ളിക്കളയണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്ന സരയുവിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അച്ഛൻ തന്നെയാണ് അമ്മ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് ശാരിക്കൊരു പേടി.
അപ്പോൾ ആ സമയത്ത് തന്നെയാണ് മനോഹർ അവിടേക്ക് വരുന്നത്. അങ്ങനെ മനോഹർ വരുമ്പോൾ മനോഹറിനോടായിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ സത്യം തന്നെയാണോ എന്ന് ചോദിക്കുന്നത്. അയാൾ പറഞ്ഞതൊന്നും വിശ്വസിക്കേണ്ടായെന്നും രാഹുലിനെ ഇങ്ങനെ നിന്ദിക്കുന്ന പോലെ പറയാണ്. അപ്പോൾ പറയുന്നുണ്ട് അയാൾ മാത്രമല്ല, ഇവൻ്റെ കിരണിൻ്റെ അച്ഛൻ ഇവിടേക്ക് വന്നിരുന്നു നിന്റെ അമ്മായിച്ചനെ അന്വേഷിച്ചിട്ട് എന്നിങ്ങനെ ശാരി പറയുമ്പോൾ എന്നാൽ സത്യമായിരിക്കും, ഉറപ്പായിട്ടും ആ നടന്നത് തന്നെയായിരിക്കും എന്ന് നമ്മുടെ മനോഹർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ആഘോഷിക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ആഘോഷങ്ങൾ അവിടെ മാറ്റി വെക്കാം. കാരണം അവരൊക്കെ ഇപ്പോൾ ആകെ നല്ല ഇതിൽ ശത്രുതയിലായിരിക്കും നടക്കുന്നത്. അവരുടെയൊക്കെ കയ്യിൽ പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഇതൊക്കെ ഒന്ന് തെളിയട്ടെ, എന്തായാലും ഇതൊക്കെ നടന്നത് തന്നെയാണെന്നൊന്ന് ഉറപ്പിക്കട്ടെ, എന്നിട്ട് ആഘോഷമൊക്കെ മതി എന്ന് നമ്മുടെ മനോഹർ പറയുന്നുണ്ട്. മോളൊന്ന് വന്നേ എന്നും പറഞ്ഞ് മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് സരയുവിനെ. അങ്ങനെ സരയുവിനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശാരി മനസ്സിൽ കരുതുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സന്തോഷിക്കാൻ എനിക്കാവില്ല. കാരണം എൻ്റെ മോളുടെ ജീവിതം നശിച്ചു, അതും എൻ്റെ സ്വന്തം മകളല്ല എന്ന് ഞാൻ തിരിച്ചറിയുകയും ചെയ്തു എന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ അതിന് മുകളിൽ പോയിട്ട് ആ ചെക്ക് എടുത്തിട്ട് മോളിതൊന്നും അങ്ങ് പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത് എത്ര രൂപ ഉണ്ടെന്നത് വായിച്ചു നോക്കിയെന്ന് പറയുമ്പോൾ 10 ലക്ഷം എന്നിങ്ങനെ പറയാണ്. 10 ലക്ഷമാണോ? എന്താ കാര്യം, സിവിൽ എഞ്ചിനീയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പൂജയ്ക്ക് എണ്ണാൻ അറിയില്ല, ഒന്നുകൂടി ഒന്ന് നോക്കിയോ, 1 കോടിയുടെ ചെക്കാണ്. അയ്യോ, 1 കോടിയുടെ ചെക്കോ? അപ്പോൾ അതെ, എനിക്ക് ബിസിനസ്സിൽ ലാഭം വന്നപ്പോഴൊക്കെ കിട്ടിയതാണ്, ഇനിയും കിട്ടാനുണ്ട് ഒരു 3-4 കോടി രൂപ. അതുകൊണ്ടാണ് 3-5 മാസങ്ങളിലൂടെ നിൽക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കിട്ടിയിട്ട് പോവാന്നൊക്കെ, ഞാൻ അമേരിക്കയിലോട്ട് പോവാന്നൊക്കെ ഞാൻ പറയുന്നത്. മോൾ എന്തായാലും ഈ ചെക്ക് വെച്ചോ, മോൾ എന്നെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ സഹായിച്ചതല്ലേ എന്ന് പറയുന്നുണ്ട് മനോഹർ. അപ്പോൾ സരി പറയാണ് വേണ്ട മനുവേട്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മനുവേട്ടൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. പിന്നെ എൻ്റെ അക്കൗണ്ടിലുള്ള പൈസ മുഴുവനും മനുവേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ആക്കണം, ഡോളർ ആക്കിയിട്ട് നമുക്ക് അവിടെ ചെന്നാൽ ഡോളറല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരിയാക്കാം മോളെ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണെങ്കിൽ രൂപ താഴെ വരികയാണ് നമ്മുടെ ശാരിയുടെ വീട്ടിലേക്ക്. അപ്പോൾ ശാരി വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പം നീയോ എന്ന് ചോദിക്കുകയാണ്. ആടി ഞാൻ തന്നെയാടി, എൻ്റെ മോനെ കിടത്തിയിട്ട് നിങ്ങളിവിടെ ഇരിക്കുകയാണെന്ന്. എൻ്റെ മോൻ അറിഞ്ഞില്ല അവസ്ഥകളൊക്കെ. നിൻ്റെ മോൾ അതായത് നിൻ്റെ അമ്മ, അവളുടെ അമ്മയല്ല നീ എന്ന് നിൻ്റെ മോൾ അറിഞ്ഞോടി എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ രൂപ. അപ്പോൾ ആ സമയത്ത് ഇല്ല, അതൊന്നും പറയരുത് രൂപയെന്ന് പറയുന്നുണ്ട്. എല്ലാ സത്യങ്ങളും ഞങ്ങളങ്ങനെ മൂടി വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ നിങ്ങളുടെ ജീവിതമൊക്കെ സുരക്ഷിതാക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം അറിഞ്ഞിട്ട് മൂടി വെച്ച്, എന്നിട്ട് ഞങ്ങളുടെ മകനെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളാക്കിയില്ല എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് തന്നെ അവിടേക്ക് സരി ഇറങ്ങി വരുന്നുണ്ട്. ആൻറ്റിയോ എന്ന് പറയാണ്. അപ്പോൾ നീ എന്നെ ഒന്നും വിളിക്കേണ്ടി, നിന്നേക്ക് എനിക്ക് ശരിക്കും മനസ്സിലായതാണ്, ഇനി നീയും നിൻ്റെ അമ്മയൊന്നും അങ്ങോട്ട് ആൻറ്റി എന്നും പറഞ്ഞ ഒരാളെൻ്റെ വീട്ടിലോട്ട് വന്നു പോകരുത്. എൻ്റെ ചന്ദ്രേട്ടൻ പറഞ്ഞിട്ടുണ്ട് അവനെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും വെട്ടിക്കൊല്ലുമെന്ന്. അതുപോലെ തന്നെ ഞാനും എൻ്റെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലും ഞാൻ, അത് ഉറപ്പാണ്. പിന്നെ നിങ്ങളൊക്കെ എവിടെ ഒളിപ്പിച്ചാലും എനിക്കറിയാടി എന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് അറിയില്ല എവിടെ നിന്ന് തല്ലൂടിയിട്ടൊക്കെ പോയതാണെന്ന് പറയുമ്പോൾ അതൊക്കെ വെറുതെ പറയുന്നതാ, നിങ്ങളെന്തായാലും വിളിക്കാതിരിക്കില്ല. അപ്പം ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല എന്ന് നമ്മുടെ സരൈ പറയുന്നുണ്ട്. അതെ, എനിക്ക് സൈബർ സെല്ലിലൊക്കെ എൻ്റെ ആൾക്കാരൊക്കെ ഉള്ളതാണ്, എനിക്ക് അതിലൊന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ എനിക്കറിയാൻ പറ്റും, അതുകൊണ്ട് നോണൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ട എന്ന് രൂപ പറയുമ്പോൾ സരൈ ഒന്ന് പേടിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് മനോഹർ ഇറങ്ങി വരിക. നീ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീയും കൂടി അറിഞ്ഞിട്ടാണടാ എൻ്റെ മോനെ കിടപ്പിലാക്കിയതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് നമ്മുടെ മനോഹർ പറയുന്നുണ്ട്. എല്ലാ സത്യങ്ങളും എല്ലാതും ഞാൻ മൂടി വെച്ചിരിക്കുകയാണ്. നിന്റെ അച്ഛൻ ഈ ചെയ്യുന്നത് മുഴുവൻ നിനക്ക് വേണ്ടിയിട്ടാണ്, നിന്റെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്താ ഉണ്ടായത്, നിന്റെ ജീവിതം ഇരുട്ടിലായില്ലേടി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സരയു ഒന്നും മിണ്ടാതെ ഇങ്ങനെ കണ്ണും തുറപ്പിച്ചിങ്ങനെ നിൽക്കുകയാണ്. ശാരിക്കാണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായി, അതുപോലെ തന്നെ മനോഹർ. അപ്പം മനോഹർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയ്യോ ഇവരെല്ലാം ദേഷ്യത്തിന് എല്ലാം കൂടി ഇപ്പോൾ വിളിച്ച് പറയുമോ എന്നിങ്ങനെ മനസ്സിൽ തന്നെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുമോ എന്ന പേടിയിൽ നിൽക്കുമ്പോൾ രൂപ തന്നെ പറയുന്നുണ്ട്, നീ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും എങ്ങനെ നിന്റെ ജീവിതം ഇരുട്ടിലായി എന്ന് അല്ലേ, അതൊക്കെ ഉണ്ടടി, നിന്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വളരെ ഇരുട്ടിലാണടി, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് രൂപ. അങ്ങനെ ആ സമയത്ത് ഇവരെന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് അപ്പം നമ്മുടെ സരി പറയാണ് എന്തായാലും അവന് കിട്ടിയ അടി നല്ലൊരു തിരിച്ചടി തന്നെയാണ്, ഇതിലെനിക്ക് സന്തോഷം മാത്രമാണുള്ളത്, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എത്രയും വേഗം അവൾക്കും കൂടി അടി കിട്ടണം ആ കല്യാണിക്ക് എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ പ്രകാശനെയാണ് കാണിക്കുന്നത്. അങ്ങനെ പ്രകാശൻ അണിഞ്ഞൊരുങ്ങിയിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിക്രം ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇത് എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ ഇരിക്കാൻ സമാധാനം കിട്ടുന്നില്ലടാ, ഞാനൊന്ന് ആശുപത്രിയിൽ പോയിട്ട് ആ ഒരു കാഴ്ച ഒന്ന് കണ്ട് ആസ്വദിക്കട്ടെ എന്ന് പറയാണ്. വെറുതെ അച്ഛൻ അവിടെ പോയിട്ട് ആ ചന്ദ്രസേൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ നിൽക്കണം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ലട്ടെ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും എനിക്ക് എന്താണ്, എനിക്കിനി ഒന്നും നോക്കാനില്ല, എനിക്ക് 2 അറ്റാക്ക് കഴിഞ്ഞതാണ്, എൻ്റെ അമ്മ കൂടെ നിന്ന് എൻ്റെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു, എല്ലാവരും എന്നെ വെറുത്തു, ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ എന്തുണ്ടായാലും എനിക്കൊന്നുമില്ല എന്നിങ്ങനെ നമ്മുടെ പ്രകാശം പറയുന്നുണ്ട്. എന്തായാലും അവനെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ആ ഒരു കാഴ്ച എനിക്ക് കണ്ട് ആസ്വദിക്കണം, എന്നെ തിരിച്ചറിയോടാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് വിക്രത്തിനോട്. പിന്നെ സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും തിരിച്ചറിയുന്നില്ല, പിന്നെയല്ല അച്ഛന്, എന്തായാലും തല്ലുന്നെങ്കിൽ തല്ലട്ടെ, എന്ത് നടന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നും പറഞ്ഞ് അവൻ
നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പോകുന്നതിന് മുമ്പ് വിക്രത്തിനോട് പറയാണ്, അതെ 2 മണിക്കൂർ കഴിഞ്ഞ് എന്നെ കണ്ടില്ലെങ്കിൽ നീ നിന്റെ പിള്ളേരുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞ് പോകുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ചന്ദ്രസേനൻ പുറത്തേക്ക് വരുന്നുണ്ട്. അവിടെ നിന്ന് സിസ്റ്ററോട് എന്തോ ചന്ദ്രസേനൻ ചോദിക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ പ്രകാശനാണെങ്കിൽ പേടിയോടുകൂടി തന്നെ ചന്ദ്രസേനനെ ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് മാറി നിന്ന് ഇങ്ങനെ നോക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.